നമസ്കാരം. സ്റ്റെതസ്കോപ്പിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ബാക്ക് പെയിൻ എന്ന് വിളിക്കുന്ന നടുവേദന കോമണായി എല്ലാവരിലും കാണുന്ന ഒന്നാണ്. ഈ നടുവേദന തന്നെ പല രീതിയിൽ അനുഭവപ്പെടാം. ഈ ലക്കം സ്റ്റെതസ്കോപ്പ് പരിശോധിക്കുന്നത് നടുവേദനയെക്കുറിച്ചാണ്, അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നടുവേദനയെക്കുറിച്ച് വിശദമായി നമ്മോട് സംസാരിക്കാൻ ഇന്ന് ശാന്തി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് സ്പൈൻ സർജൻ ഡോക്ടർ മുഹമ്മദ് സമീറുണ്ട്. വെൽക്കം സർ. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ സാധാരണ കാണുന്ന ഒന്നാണ് നടുവേദന. എല്ലാവരിലും കാണാം. ബാക്ക് പെയിൻ ഇല്ലാത്ത മനുഷ്യരില്ല എന്ന് പറയല്ലോ. എന്താണ് ബാക്ക് പെയിൻ? എങ്ങനെയാണ് ഇത് അനുഭവപ്പെടുന്നത്? നമ്മുടെ ഓർത്തോപീഡിക് സ്പൈൻ ക്ലിനിക്കുകളിൽ വരുന്ന ഒരു പ്രധാന പ്രോബ്ലമാണ് ഈ പറഞ്ഞ നടുവേദന എന്ന് പറയുന്നത്. ഒരേ ഒരു വാക്കിൽ അറിയപ്പെടുന്ന ഈ നടുവേദന പല അസുഖങ്ങളുടെ ഒരു പൊതുവായ ഒരു പേരാണ്. അപ്പോൾ നമ്മൾ സർജനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അസുഖം യഥാർത്ഥത്തിൽ ഏത് കാറ്റഗറിയിൽ വരുന്നു എന്ന് രോഗി പറയുന്ന രോഗലക്ഷണങ്ങൾക്കനുസരിച്ച് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് വേണം അതിനെ ചികിത്സിക്കാൻ. സാധാരണ ആളുകൾ പറയാറ് ബാക്ക് പെയിൻ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് വേദന അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ തിരിക്കുക? ഒരേ സ്വഭാവമായിരിക്കുമല്ലോ എല്ലാത്തിനും പറയുക. അതെ, അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് പർപ്പസിന് ഈ രോഗത്തെ ചികിത്സിക്കുന്നതിൻ്റെ ആവശ്യകതയ്ക്ക് വേണ്ടിയിട്ട് സ്പൈൻ സർജൻസ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊതുവായിട്ട് പറയണ 5 ഡയഗ്നോസ്റ്റിക് ബോക്സസ് ഓഫ് ബാക്ക് പെയിൻ എന്ന് പറയും. 5 പ്രധാന തരം പുറംവേദനകളാണുള്ളത്. അതിൽ നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ പൊതുവായിട്ട് പലർക്കും കാണുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള പുറംവേദനയെ നമ്മൾ മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് ഉപരിയായിട്ട് കുറച്ച് അഡീഷണൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഭാരിച്ച് എന്തെങ്കിലും ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ടുണ്ടാവുന്ന ഒരു പുറംവേദന ഏറിപ്പോയാൽ 2-3 മാസം വരെ മാക്സിമം നീണ്ടു നിൽക്കും. പക്ഷേ സാധാരണ 2-3 ആഴ്ച കൊണ്ട് കുറയുകയും ചെയ്യും. അത് ഒരു നടുവിൽ മാത്രം അനുഭവപ്പെടുന്നതും അത് മറ്റു ഭാഗങ്ങളിലേക്ക് എന്ന് വെച്ചാൽ കാലിലോട്ടൊന്നും തരിപ്പോ മരവിപ്പോ ഒന്നും ഇല്ലാത്തതുമായിട്ടുള്ള അത്ര ഉപദ്രവകരമല്ലാത്ത വളരെ കോമൺ ആയിട്ടുള്ളതാണ് ഈ മെക്കാനിക്കൽ ബാക്ക് പെയിൻ. സർജനെ അല്ലെങ്കിൽ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിന് വേണ്ട രൂപത്തിൽ മരുന്നും ഫിസിയോതെറാപ്പിയും ബാക്കി പോസ്ചർ അഡ്വൈസുകൾ, അത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, ഉദാഹരണത്തിന് ശരീരഭാരം കുറക്കുക, പിന്നെ അദ്ദേഹം ചെയ്യുന്ന ജോലിയുടെ ശൈലിയിൽ ഇപ്പോൾ ഭാരം എടുക്കുന്നതാണെങ്കിൽ യഥാർത്ഥ രൂപത്തിൽ അവരുടെ പുറത്തുള്ള പേശികളിൽ ഭാരം അധികം വരാത്ത രൂപത്തിൽ അവരെ കൊണ്ട് പ്രവൃത്തി ചെയ്യിപ്പിക്കുക. അപ്പോൾ മുന്നോട്ട് കുറേ കുനിഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വീട്ടമ്മമാരാണെങ്കിൽ മുന്നോട്ട് ആഞ്ഞ് ഒരുപാട് പ്രവൃത്തികൾ ചെയ്യും. അധ്വാനിക്കുന്നവരൊക്കെ ബാക്ക് എറ്റിക്കറ്റ്സ്, ബാക്ക് മസിൽസിന് കൊടുക്കേണ്ട പ്രൊട്ടക്ഷൻ എങ്ങനെയാണോ ആ രൂപത്തിൽ അവരുടെ പ്രവൃത്തിയെ മോഡിഫൈ ചെയ്യാനുള്ള അഡ്വൈസുകൾ കൊടുക്കുക. ഫിസിയോതെറാപ്പി ചെയ്യുകയൊക്കെ വഴി ഈ ഒരു ബാക്ക് പെയിനെ നമ്മൾ ചികിത്സിക്കും. ഇപ്പോൾ സാധാരണയായിട്ടുള്ള ഒരു നടുവേദനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. മറ്റുള്ളൊരു സംശയം എല്ലാവരും പറയും ഡിസ്കിന് പ്രോബ്ലം ഉണ്ട്, ഡിസ്കുമായി ബന്ധപ്പെട്ടിട്ടാണ് വേദന. എന്താണ് ഡിസ്കിന് സംഭവിക്കുന്നത്? അതെ, ഈ എല്ലാവരും ഇപ്പോൾ പറഞ്ഞ് നമ്മൾ അറിയുന്നത് പോലെ തന്നെ 33 കശേരുകളുടെ ഇടയിലും നട്ടലിന് അതിന് ശരിയായ ഫ്ലെക്സിബിലിറ്റിയും അതേസമയം അതിൻ്റെ സ്റ്റെബിലിറ്റിയും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു കുഷ്യനിങ് എഫക്റ്റ് ഉണ്ടാകുന്ന രൂപത്തിൽ ഡിസ്ക് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറുണ്ട്. ഓരോ കശേരുവിൻ്റെ ഇടയിലും ഒരു കുഷ്യൻ എഫക്റ്റ് പോലെയാണത്. അത് അതിൻ്റെ വേലിക്കെട്ട് ചാടി ഇപ്പോൾ എന്തെങ്കിലും പരിക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ ഈ പ്രായ മൂലം ഉണ്ടാകുന്ന ഡീജനറേറ്റീവ് ചേഞ്ചസ് അഥവാ തേയ്മാനോ അനുബന്ധ മറ്റു പ്രോബ്ലംസും കാരണം വീക്കാവുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും അതിന് ന്യൂക്ലിയസ് പൾപ്പോസസ് എന്ന് പറയുന്ന ജെല്ലി പുറത്തോട്ട് തെറിച്ച് വരാം. അത് അതിൻ്റെ സമീപത്ത് കൂടെ പോകുന്ന നമ്മളുടെ നെർവിൽ അമർച്ച ഉണ്ടാക്കുക, അതേപോലെ അവിടെ ലോക്കൽ ഒരു കെമിക്കൽ ഒരു ഹീറ്റ് അഥവാ ഒരു റിയാക്ഷൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബാക്ക് പെയിൻ തന്നെ ആ കാലിലോട്ട് പോകുന്ന ഏത് ഞരമ്പിലേക്കാണോ ഈ ഒരു ഡിസ്ക് അമർന്നിട്ടുള്ളത് അതിൻ്റെ ആ സപ്ലൈ ഏരിയയിലൂടെ വേദന ഉണ്ടാക്കും. ഇതിനെയാണ് നമ്മൾ ഡിസ്കോജനിക് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. ഈ പുറം വേദനയിൽ തന്നെ വളരെ എല്ലാവരും അറിയുന്നതും കുറച്ച് സഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ളൊരു വേദനയാണ് ഈ ഡിസ്ക് കൊണ്ടുണ്ടാവുന്ന പുറം വേദന എന്ന് പറയുന്നത്. ഞാനൊരു മോഡൽ എടുത്തിട്ട് വിശദീകരിക്കാം.
നമ്മളുടെ ശരീരത്തിലെ 33 കശേരുക്കളുടെ ഇടയിലും നട്ടെല്ലിന് അതിൻ്റേതായിട്ടുള്ള സ്റ്റെബിലിറ്റിയും അതേസമയം ഫ്ലെക്സിബിലിറ്റിയും ലഭിക്കുന്നതിന് അതിൻ്റെ ഇടയിലുള്ള ഒരു ജെല്ലി ലൈക്ക് ഡിസ്ക് മെറ്റീരിയലാണുള്ളത്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ കുറച്ച് വീക്കായ ഡിസ്ക് ആവുക, ഉദാഹരണത്തിന് തേയ്മാനം പോലുള്ള, അല്ലെങ്കിൽ നല്ല ഹൈ എനർജിയിൽ എന്തെങ്കിലും ഒരു പരിക്ക് വരികയൊക്കെ ചെയ്യുമ്പോൾ ഈ ഡിസ്ക് പുറത്തോട്ട് തള്ളി അതിൻ്റെ സമീപത്തിലൂടെ താഴോട്ട് ഇറങ്ങുന്ന ഞരമ്പുകളിൽ കംപ്രഷൻ ഉണ്ടാക്കുകയും തന്മൂലം ആ ഒരു വേദന രേഖീയമായി കാലിലേക്ക് വ്യാപിക്കുകയും ചെയ്യും. ചില സന്ദർഭങ്ങളിൽ ഇത് പറ്റിയ ഉടനെയാണെങ്കിൽ നല്ല സിവിയർ പെയിനായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരം ഡിസ്ക് മൂലമുള്ള വേദനകളിൽ ഒരു 80% നമ്മൾ തുടക്കത്തിൽ വേദന സംഹാരികളും ഫിസിയോതെറാപ്പി, റെസ്റ്റ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എല്ലാം കൊടുത്ത് ക്രമേണ വേദനയിൽ നിന്ന് രോഗി മോചനം നേടുകയാണ് പതിവ്. പക്ഷേ ഇതിനെ തന്നെ നമ്മൾ ഓൺ ആൻഡ് ഓഫ് ഫിനോമിനൻ എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു ഡിസ്ക് ഒരിക്കൽ ഇളകിയവർക്ക് പിന്നെ ജീവിതത്തിൽ വേറെ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ വീണ്ടും ഇതേപോലെ ഡിസ്ക് ഇളകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഡിസ്ക് മെറ്റീരിയൽ ഇറങ്ങി വന്ന വഴി അത് ചില സന്ദർഭങ്ങളിൽ വീക്കായതുകൊണ്ട് വീണ്ടും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഡിസ്കിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ് പൾപ്പോസസ് എന്ന് പറയുന്ന മെറ്റീരിയൽ വീണ്ടും പുറത്തോട്ട് വരികയും ജീവിതത്തിൽ വേറെ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ അത് ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. ഈ ഓരോ എപ്പിസോഡിലും ആ ഇനീഷ്യലി ഉണ്ടാകുന്ന കഠിനമായിട്ടുള്ള വേദന നമ്മൾ കൺസർവേറ്റീവായിട്ട് ഫിസിയോ മെഡിസിൻ എല്ലാം കൊടുത്ത് കൺട്രോൾ ചെയ്താൽ നമ്മൾ ഒരു പക്ഷേ രോഗി അതിനോട് താതാത്മ്യം പ്രാപിച്ച് ക്രമേണ അതിൽ നിന്ന് റിക്കവേർഡ് ആവുകയാണ് പതിവ്. പക്ഷേ എങ്കിൽ പോലും ഒരു 5-10% ആളുകളിൽ ഒരു പക്ഷേ അതികഠിനമായിട്ടുള്ള വേദന വരികയോ ഈ ഞരമ്പിൽ അമർച്ച മൂലം വീക്കാവുകയോ ബലക്കുറവ്, സ്പർശനശേഷി കുറവെല്ലാം അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മൾ സർജറി പോലുള്ള അടുത്ത സ്റ്റെപ്പ് ചികിത്സയിലേക്ക് പോകേണ്ടി വരാം. നടുവേദനയുടെ ഒരു പ്രധാന കാരണം നമ്മൾ എപ്പോഴും ഡിസ്കിനെ കുറിച്ച് പറഞ്ഞു, ഡിസ്ക് ആണെന്ന് പറയാം. ഇത് കൂടാതെ വേറെ എന്ത് കാരണത്താലാണ് നടുവേദന വരാറ്? സ്പൈനിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏത് സ്ട്രക്ചറിലും എന്തെങ്കിലും ഇൻസ്റ്റബിലിറ്റി വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രത്യേക ഭാഗത്ത് പുറത്ത് കറക്റ്റ് ആ പോയിൻറ്റിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഡിസ്കിൻ്റെ കേസിൽ അത് താഴോട്ട് ഇറങ്ങുന്ന രൂപത്തിലാണെങ്കിൽ ആക്സിയൽ ബാക്ക് പെയിൻ അഥവാ നമ്മളുടെ പുറം ഭാഗത്ത് കറക്റ്റ് പോയിൻറ്റിൽ വേദന വരുന്ന ഒരവസ്ഥയുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഈ നട്ടെല്ല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 33 കശേരുക്കൾ ഒന്നിന് മുകളിൽ തട്ടായി വെച്ചതാണ്. അതിൽ ഓരോ കശേരുവും പരസ്പരം ഇളകിപ്പോകാതിരിക്കാൻ ഒരു പാൾസ് ഇൻട്രാർട്ടിക്കുലാരിസ് എന്ന് പറയുന്ന ഒരു ഹുക്ക് ലൈക്ക് സ്ട്രക്ചറുണ്ട്. അപ്പോൾ താഴെയുള്ള നട്ടെല്ല് മുകളിലുള്ള നട്ടെല്ല് തമ്മിൽ കൊളുത്തിയിട്ട പോലെയാണ് ഈ സ്ട്രക്ചർ ഉള്ളത്. ഈ ഒരു പാൾസ് എന്ന് പറയുന്ന ഈ സ്ട്രക്ചർ വീക്കാവുന്ന പല അവസ്ഥകളുണ്ട്. ഉദാഹരണത്തിന് എല്ലിന് ബലക്ഷയം ഉണ്ടെങ്കിൽ വീക്കാവാം. തേയ്മാനവും അനുബന്ധമായിട്ട് പ്രായാധിക്യം മൂലമൊക്കെ ഈ സ്പൈനിന് വീക്കാവുമ്പോൾ, സ്പൈനിൻ്റെ സ്ട്രക്ചർ വീക്കാവുമ്പോൾ അവിടെ ഒരു ചെറുതായിട്ട് അസ്വാഭാവികമായിട്ടുള്ള ഒരു ചലനം, മൂവ്മെൻറ്റ് അനുഭവപ്പെടും. അതേപോലെ തന്നെ വീഴ്ച പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പരിക്ക് മൂലം, അത് ഫ്രാക്ചർ മൂലം എല്ലാം അവിടെ ഇളക്കം വരാം. ഇതിനെ നമ്മൾ ഇൻസ്റ്റബിലിറ്റി ടൈപ്പ് ഓഫ് ബാക്ക് പെയിൻ എന്നാണ് പറയുക. രോഗി നിൽക്കുന്ന ഒരേ അവസ്ഥയിൽ നിന്ന് കിടക്കുന്ന രോഗി ചെരിഞ്ഞോ മറിഞ്ഞോ കിടക്കുമ്പോൾ പുറത്ത് കഠിനമായിട്ടുള്ള വേദന വരാം. ഇങ്ങനെയുള്ള ആളുകളിൽ ഒരുപക്ഷെ അവർ ഈ വേദന സഹിച്ച് ചുറ്റുമുള്ള മസിലുകളുടെ, പേശികളുടെ സഹായത്തോടെ ആയിരിക്കും ഒരുപക്ഷെ ഈ ഇൻസ്റ്റബിലിറ്റി ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഉറങ്ങി കഴിഞ്ഞവരിൽ ഈ മസിൽ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുവാൻ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. വളരെ സ്ലോ ആയിട്ട് എഴുന്നേൽക്കാൻ കഴിയും. പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ കഠിനമായിട്ടുള്ള ആക്സിയൽ ബാക്ക് പെയിൻ അഥവാ പുറത്ത് മാത്രം, നടുവിൽ മാത്രം കനത്ത വേദന അനുഭവപ്പെടാം. അപ്പോൾ ഇത്തരം കേസുകളിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ ഫിസിയോതെറാപ്പി, ഈ നേരത്തെ പറഞ്ഞ സ്റ്റെബിലൈസിങ് മസിൽ സ്റ്റെബിലൈസേഷൻ എക്സസൈസസ്, മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് എല്ലാം കൊടുത്ത് നമ്മൾ അതിനെ ചികിത്സിക്കും. ഒരു പരിധിയിലപ്പുറം, ഇപ്പോൾ ട്രോമ, നല്ല പരിക്ക് വന്നവരിൽ, കഠിനമായിട്ടുള്ള വേദന ഉള്ളവരിലെല്ലാം നമ്മൾ അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ സർജറിയിലേക്ക് പോകേണ്ടി വരാറുണ്ട്. ഇപ്പം ആളുകളെ സംബന്ധിച്ചിടത്തോളം നട്ടെല്ലിന് ഒരു സർജറി എന്ന് പറയുമ്പോൾ വലിയ പേടിയുള്ള കാര്യമാണ് അല്ലേ? അത് ഏത് ഘട്ടത്തിലാണ് ഒഴിച്ചുകൂടാനാവാതെ വരുന്നത്? നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡിസ്ക് പ്രോബ്ലം മൂലമുള്ള വേദനയാണെങ്കിൽ ഒരു രോഗിക്ക് അവൻ്റെ നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത വിധം കഠിനമായിട്ടുള്ള വേദന ഉണ്ടെങ്കിൽ അതൊരു സർജറിയുടെ ഇൻഡിക്കേഷനാണ്.
ഒരു 3 മാസത്തിലധികം ഫിസിയോതെറാപ്പി മെഡിസിൻ എല്ലാം എടുത്തു കഴിഞ്ഞിട്ടും 3 മാസം എന്നുള്ളതൊരു ആർബിട്രറി കണക്കാണ്. കഠിനമായിട്ടുള്ള വേദന, രോഗിക്ക് ഇനി രക്ഷപ്പെടാനാവാത്ത വിധം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ സർജറിയിലേക്ക് പോകാറുണ്ട്. അതുപോലെ തന്നെ അതുവരെ ഇല്ലാത്ത രൂപത്തിലൊരു പുതുതായിട്ട് കാലിലൊരു ബലക്കുറവ് വരികയോ അല്ലെങ്കിൽ തരിപ്പ്, സ്പർശനശേഷി കുറവൊക്കെ പുതുതായിട്ട് ഒരു ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ് പുതുതായിട്ട് കാണുകയാണെങ്കിൽ സർജൻ ഡിസ്ക് എടുത്ത് കളയുന്നതിനെ കുറിച്ച് ചിന്തിക്കും. അതുപോലെ തന്നെ മലമൂത്ര വിസർജനം ഈ ഒരു പ്രധാന പ്രോബ്ലമാണ്. അത് ഒരു ഡിസ്ക് മൂലം അതിൻ്റെ കൺട്രോൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സർജറി അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സർജറിയോടെ പഴയ സ്ഥിതിയിലേക്ക് ഒരു പേഷ്യൻറ്റിന് വരാൻ പറ്റുമോ? അപ്പോൾ വേദനയാണെങ്കിലും ഒരു സർജറി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും തിരിച്ചുള്ള വരവ്? സർജറിയിൽ നിന്നും പൂർണ്ണമായിട്ടും മുക്തി കിട്ടുമോ എന്ന് സ്പൈൻ സർജറിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ രോഗിയുടെ അവസ്ഥ അനുസരിച്ചിരിക്കും. ഓരോ രോഗിയുടെയും പുറം വേദനയുടെ കാരണം എന്താണെന്നും അതുവരെ ആ രോഗിയുടെ നട്ടെല്ലിൽ എത്രത്തോളം ക്ഷതം ആ ഒരു അസുഖം ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതിനെ അപേക്ഷിച്ചിരിക്കും സർജറിയിൽ നിന്നുള്ള റിക്കവറി. ഏത് സമയത്തും രോഗിക്ക് എന്താണോ ഗുണം ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് സർജറി ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് കൂടുതൽ മോശമാവാതിരിക്കാൻ വേണ്ടിയായിരിക്കും മിക്കപ്പോഴും സ്പൈൻ സർജറി ചെയ്യുക. ചില സന്ദർഭങ്ങളിൽ 100%, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അക്യൂട്ട് ഡിസ്ക്, പെട്ടെന്നുണ്ടായൊരു ഡിസ്ക് എടുത്ത് മാറ്റുന്നതോടുകൂടി അദ്ദേഹം പൂർണ്ണമായും അതിൽ നിന്ന് മുക്തി നേടുകയായി. അതേസമയം കുറച്ച് പഴക്കം ചെന്ന ബാക്ക് പെയിനുകളെല്ലാം തുടർന്ന് അതുവരെ നഷ്ടപ്പെട്ടു പോയ ഞരമ്പിൻ്റെ ശക്തിയെല്ലാം തിരിച്ചു വരുന്നതിന് സമയമെടുക്കും. അത് നമുക്കൊരു സർജനെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം എന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. ചില ആളുകൾക്ക് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്ന ഒരു കണ്ടീഷനുണ്ട്. ഏത് ഇതിലാണ് അത് മാരകമായ സിറ്റുവേഷനിലേക്ക് പോകുന്നത് ഈ വേദന? കുറച്ച് നേരം നിൽക്കുവാനോ ഒരു കുറച്ചധികം നേരം നടക്കുവാനോ കഴിയാത്ത അവസ്ഥയും നമ്മളുടെ ഈ കാറ്റഗറിയിൽ വരുന്നുണ്ട്. ന്യൂറോജനിക് ക്ലോഡിക്കേഷൻ, ലംബാർ കനാൽ ഷിനോസിസ് എന്നെല്ലാം പറയുന്ന കുറച്ച് പ്രായമായവരിൽ ഈ ഡിസ്ക് പോലെ തന്നെ പിന്നിലുള്ള ലിഗമെൻറ്റുകളെല്ലാം കട്ടിവെച്ച് ഈ സുഷുമ്ന നാഡിയിലൂടെ അതിന് സുഗമമായി ചലിക്കുവാൻ അതിലുള്ള സിഗ്നലുകൾ സുഗമമായി പോകുവാൻ കഴിയാത്ത വിധം നാരോയിങ് വരുന്ന ഒരവസ്ഥയാണത്. ഇത്തരം സന്ദർഭങ്ങളിലും ഈ നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഫിസിയോതെറാപ്പി മെഡിസിൻ എല്ലാം കൊടുത്ത് സപ്പോർട്ടീവായി പോകുമെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഡീകംപ്രഷൻ അഥവാ അവിടെ വിശാലമാക്കി കൊടുക്കുകയും സുഗമമായിട്ടുള്ള സിഗ്നൽ ഫ്ലോ അനുവദിച്ച് കൊടുക്കേണ്ടി വരികയും ചെയ്യാറുണ്ട്. ഇത് എപ്പോഴാണ് പ്രായമായവരിലോ അല്ലെങ്കിൽ ഇളം പ്രായത്തിലെല്ലാം ഡേഞ്ചർ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 65 വയസ്സിന് മുകളിലുള്ളവർ വേദന പറയുമ്പോഴോ ഈ വളരെ യങ് ആയിട്ടുള്ള ഒരു 15 വയസ്സിന് താഴെയുള്ളവർ പുറം വേദന സ്ഥിരം പറയുമ്പോഴോ നമ്മളൊന്ന് അലർട്ടാവണം. കാരണം അതിന് വേറെ ചില കാരണങ്ങൾ കൊണ്ടും ഈ വേദന വരാം. കേവലം മെക്കാനിക്കൽ ബാക്ക് പെയിൻ ആയിട്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ചില അണുബാധ TB പോലുള്ള അണുബാധകൾ വരുന്നവരിൽ നമ്മൾക്ക് നല്ല കഠിനമായ പുറം വേദന വരും. അത്തരം സന്ദർഭങ്ങളിൽ അത് നൈറ്റ് പെയിൻ, രാത്രി ഉറക്കം ശല്യമാവുന്ന രൂപത്തിൽ കടുത്ത വേദന വരാം. അതുപോലെ തന്നെ അവരുടെ ശരീരം മെലിയുന്ന ഒരവസ്ഥയുണ്ടാവും, ഭക്ഷണം വേണ്ടാത്ത അവസ്ഥയുണ്ടാവും. ഇത്തരം കോൺസ്റ്റിറ്റ്യൂഷണൽ സിംറ്റംസോട് കൂടിയുള്ള പുറം വേദനയും നമ്മൾ വളരെ ജാഗ്രതയോടെ ചികിത്സിക്കണം. അതിൻ്റെ ചികിത്സാ രീതികൾ എന്തെല്ലാമാണ്? ഇപ്പോൾ TB പോലുള്ള പറഞ്ഞല്ലോ, അതിനെന്താണ് ചികിത്സാ രീതികൾ? അണുബാധയിൽ TB പോലുള്ള അണുബാധക്ക് ഇപ്പോൾ ഔഷധങ്ങൾ ഒരുപാട് നമ്മളുടെ മോഡേൺ മെഡിസിനിൽ ലഭ്യമാണ്. അതിന് കൃത്യമായ തോതിൽ കൃത്യമായ കോഴ്സിൽ വളരെ സമയം തെറ്റാതെയുള്ള ചികിത്സ എടുത്തു കഴിഞ്ഞാൽ ലോങ് ടേം TB തെറാപ്പി വഴി നമുക്ക് ക്ഷയരോഗത്തിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടാവുന്നതാണ്. വളരെ അപൂർവം മിഡിൽ പാത്ത് റെജിം എന്ന് പറയുന്ന രൂപത്തിലാണ് നമ്മളിതിനെ ചികിത്സിക്കുന്നത്. അഗ്രസീവായിട്ടുള്ള സർജറിയോ കേവലം സർജറി ഒന്നുമില്ലാതെ പൂർണ്ണമായും മരുന്നിലോ അല്ലാതെ ആവശ്യമുള്ള ഘട്ടത്തിൽ സർജറിയും കൂടി കൂട്ടിയിട്ടുള്ള ഒരു മിഡിൽ പാത്ത് റെജിം ആണ് ഈ TB ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത്. രോഗിയുടെ രോഗാവസ്ഥക്കനുസരിച്ചിട്ടാണ് ചികിത്സ. മിക്കവാറും പേരിൽ നമ്മൾ TB ഈ മെഡിസിനിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കും. അപ്പോൾ നമ്മൾ ഈ സ്പൈൻ സർജറിയെ കുറിച്ചെല്ലാം പറഞ്ഞല്ലോ. അപ്പോൾ ഈ സർജറിയിൽ തന്നെ ഒരുപാട് പുതിയ രീതികൾ വന്നിട്ടുണ്ടല്ലേ, അതെന്തെല്ലാമാണ്? ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒപ്റ്റിക്സ് അതേപോലെ നമ്മളുടെ മെക്കാനിക്സ് എല്ലാം വളരെ അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ ഇൻസിഷനുകളിട്ട് ചെയ്യുന്ന പല സർജറികളും നമ്മൾക്ക് കാഴ്ച എത്തുന്ന രൂപത്തിൽ അകത്തേക്ക് ക്യാമറ എത്തുന്നത് കൊണ്ടും
വളരെ ചെറിയ ഇൻസ്ട്രുമെൻസിൻ്റെ രൂപീകരണമൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ എൻഡോസ്കോപ്പിക്കലി ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് പണ്ട് നമ്മൾ തുറന്ന് ചെയ്തിരുന്ന ഡിസ്ക് റിമൂവൽ ശസ്ത്രക്രിയകൾ ഇപ്പോൾ നമുക്ക് ചെറിയ ഒരു സെൻറ്റിമീറ്ററിൽ താഴെ വലുപ്പമുള്ള ഇൻസിഷനിലൂടെ നമുക്ക് എൻഡോസ്കോപ്പി വഴി എടുത്തു കളയാൻ സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള ലംബാർ കനാൽ ഷിനോസിസ് പോലുള്ള അസുഖങ്ങൾക്കും ഇതേ പറഞ്ഞ രൂപത്തിൽ നമുക്ക് ചെറിയ മിനിമലി ഇൻവാസീവ് സർജറി വഴി നമുക്ക് ചികിത്സിക്കാം. അതേപോലെ തന്നെ ഇൻസ്റ്റബിലിറ്റി പോലുള്ള അസുഖങ്ങൾക്ക്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള അസുഖങ്ങൾക്ക് നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ചെയ്യുന്നതും എക്സ്റേ മെഷീൻ്റെ സഹായത്തോടെ വളരെ ചെറിയ ഇൻസിഷനുകൾ വഴി നമുക്ക് സർജറി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ വേറെ ഏതെങ്കിലും രീതിയിൽ നടുവേദന പ്രസൻറ്റ് ചെയ്യും? വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പുറംവേദനയുണ്ട്, ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ്, അഥവാ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഊരക്ക് നല്ല വേദന വരാം. കുറേ നേരം വാഹനത്തിൽ ഇരുന്നിട്ട് പിന്നെ എഴുന്നേൽക്കുമ്പോൾ നല്ല ശക്തിയായ പുറംവേദന, സ്റ്റിഫ് ബാക്കായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുക. നമ്മുടെ നട്ടെല്ലും രണ്ട് വശങ്ങളിൽ നിന്നുള്ള ഇടുപ്പെല്ലും ജോയിൻ ചെയ്യുന്ന സാക്രോയിലിയാക് ജോയിൻറ്റിൽ നീർക്കെട്ടുണ്ടാകുന്ന സമയത്ത് ഇത്തരം രൂപത്തിൽ ചെറിയ വാതഗുണം നീർഗുണം ശരീരത്തിലുള്ളവർക്ക് യങ് ഏജിൽ പ്രത്യേകിച്ചും ഇത്തരം പുറംവേദനകൾ കാണാറുണ്ട്. ഇതിനും ഈ പറഞ്ഞ പോലെ മെഡിസിനും ഫിസിയോതെറാപ്പി, സ്ട്രെച്ചിങ് എക്സസൈസുകളൊക്കെ വഴി നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാവുന്നതാണ്. ഇത് കൂടാതെ ഇപ്പം പല കാരണങ്ങൾ പറഞ്ഞു, നമ്മുടെ ജീവിതശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇത് വരുന്നത്? പൊതുവായി പുറംവേദനയും നമ്മുടെ ജീവിതശൈലിയും തമ്മിൽ കൂട്ടി ഇണക്കി പറയുമ്പോൾ മനുഷ്യൻ്റെ ഇരുത്തം അവൻ്റെ പുറത്തിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ പോസ്ചർ, നമ്മൾ മുന്നോട്ട് കൂനിക്കൂടിയിരിക്കുന്നത്, അതേപോലെ തന്നെ നമ്മളുടെ മതിയായ ലോഡ് കിട്ടാത്തതിനാൽ ഓസ്റ്റിയോ പൊറോസിസ്, ഓസ്റ്റിയോ മലേഷ്യ പോലെ അസ്ഥി ബലക്ഷയങ്ങൾ ഉണ്ടാവുന്നത്, അതേപോലെ തന്നെ വേണ്ട രൂപത്തിൽ മസിലുകൾക്ക് അതിൻ്റെ ദൃഢത വരാത്തത്, ഇതെല്ലാം കാരണം ഒരു പൊതുവായ ഏക്കിംഗ് ബാക്ക് പെയിൻ, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ മെക്കാനിക്കൽ ബാക്ക് പെയിനിലേക്ക് അത് പോകാറുണ്ട്. ഒബീസിറ്റി, അതേപോലെ നമ്മൾ കൃത്യമായിട്ടുള്ള മസിൽ സ്ട്രെങ്തനിങ് നടത്താതെ ഭാരിച്ച ജോലികൾ പെട്ടെന്ന് ചെയ്യുന്നതെല്ലാം, വീട്ടമ്മമാരാണെങ്കിൽ ഒരുപാട് സമയം മുന്നോട്ടാഞ്ഞ് വർക്ക് ചെയ്യുന്നത്, മാനുവൽ ലേബേഴ്സ് അശാസ്ത്രീയമായ രീതിയിൽ പുറത്തിൻ്റെ എറ്റിക്കറ്റ്സ് പരിഗണിക്കാതെ ശക്തമായിട്ടുള്ള ജോലി ചെയ്ത് പുറത്ത് പരിക്കുണ്ടാക്കുന്നതെല്ലാം ഈ പറഞ്ഞ പോലെ അതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഓസ്റ്റിയോപൊറോസിസിനെ കുറിച്ച് പറയുമ്പോൾ പ്രായമായവരിൽ കാണുന്ന ഒരു ഇതുണ്ട്. അവർ ഇപ്പോൾ നടുവേദന അല്ലാതെ നടുവിന് വളയൽ അല്ലേ, നടു വളഞ്ഞ് ഒരു കുനിഞ്ഞ അവസ്ഥയിലേക്ക് പ്രായമായവർ പോകുന്നത് കാണാം. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതും ഈ പറഞ്ഞ പോലെ ഓസ്റ്റിയോപൊറോസിസിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഈ ആർത്തവവിരാമത്തിന് ശേഷം സ്ത്രീകളിൽ വളരെ ഗണ്യമായ തോതിൽ അസ്ഥിയുടെ ടോട്ടൽ മാസ് കുറയുകയും ഓസ്റ്റിയോപൊറോസിസ് വരികയും ചെയ്യും. അവരുടെ ശരീരത്തിൻ്റെ ഉടലിനെ താങ്ങി നിർത്താൻ കഴിയാത്ത രൂപത്തിൽ നട്ടെല്ല് ക്രമേണ വളഞ്ഞു പോകുന്ന അവസ്ഥയാണുള്ളത്. ഓസ്റ്റിയോപൊറോസിസ് നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രകടമായിട്ടുള്ള ഒരു അസുഖമാണ്. പ്രായമായ പുരുഷന്മാരിലും ആർത്തവിരാമത്തിന് ശേഷമുള്ള സ്ത്രീകളിലും ഓസ്റ്റിയോപൊറോസിസ് വളരെ അധികമുണ്ട്. അതേപോലെ തന്നെ യങ് ഏജിൽ ഓസ്റ്റിയോ മലേഷ്യ എന്ന രൂപത്തിലും ഈ കാണുന്നുണ്ട്. ഈ എല്ലിന് കട്ടിക്കുറവും അസ്ഥിബലക്ഷയവും. വളഞ്ഞു വരുന്ന ഈ ഒരു കണ്ടീഷനിൽ ഏതെങ്കിലും തരത്തിൽ മെഡിക്കൽ മാനേജ്മെൻറ്റ് സാധ്യമാണോ? തീർച്ചയായും ഓസ്റ്റിയോപൊറോസിസിന് മെഡിക്കൽ മാനേജ്മെൻറ്റ് ലഭ്യമാണ്. നമ്മൾ നേരത്തെ തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും വിജയകരമായിട്ടുള്ള കാര്യം. മുന്നോട്ട് കൂടുതൽ അഡ്വാൻസ്ഡ് ആവുന്നതിൻ്റെ മുമ്പ് കൃത്യമായ തോതിൽ അതിൻ്റെ മെഡിസിനുകൾ എടുക്കുകയും എക്സസൈസുകൾ വഴി പേശികളെ ദൃഢപ്പെടുത്തി പോസ്ചർ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയും കൂടുതൽ ഏജ് അഡ്വാൻസ് ആവുന്നതിനനുസരിച്ച് നമ്മളുടെ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായി അതിന് വേണ്ട സത്വര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. പാശ്ചാത്യ നാടുകളിലെല്ലാം ഓസ്റ്റിയോപൊറോസിസ് നേരത്തെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കാര്യം വയസ്സായവരെ ചുമരിനോട് ചേർത്ത് നിർത്തുകയും അവരുടെ തലഭാഗം ചുമരിൽ തട്ടുന്നുണ്ടോ അതോ മുന്നോട്ട് ആഞ്ഞ് അത് സ്പർശിക്കാൻ പറ്റാത്ത രൂപത്തിൽ കൂനാണോ ഇരിക്കുന്നത് എന്ന് നോക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും ഓസ്റ്റിയോപൊറോസിസിനെ നമ്മൾ ജാഗ്രതയോടെ കാണുകയും നേരത്തെ കണ്ടുപിടിക്കുകയും ചെയ്യണം. നമ്മളിപ്പോൾ മുതിർന്നവരുടെ നടുവേദനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ പറഞ്ഞത്. ചില കുട്ടികൾ പറയുന്ന കേൾക്കാം,
നടുവേദന വരുന്നു എന്നുള്ളത്. അതെന്തുകൊണ്ടായിരിക്കും കുട്ടികളിൽ നടുവേദന വരുന്നത്? മിക്കവാറും കുഞ്ഞുങ്ങളിലുള്ള പുറംവേദന ഈ പറഞ്ഞ പോലെ അവരുടെ ഗ്രോയിങ് ഏജ് പീരീഡിൽ അവരുടെ ഗ്രോയിങ് ബോണിന് ആവശ്യമായിട്ടുള്ള രൂപത്തിൽ കാൽഷ്യം, വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ്, ന്യൂട്രീഷണൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എല്ലാം മൂലവും വളരെ അപൂർവം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റെഡ് ഫ്ലാഗായി ചിന്തിക്കേണ്ട ചില സന്ദർഭങ്ങളും ഉണ്ട്. കുഞ്ഞുങ്ങളിൽ 15 വയസ്സ് ഒരു 15 വയസ്സ് അതിൽ പ്രധാനമായിട്ട് വരുന്നത് വളരെ അപൂർവമാണെങ്കിലും ലിംഫോമ പോലുള്ളയും ലുക്കീമിയ പോലുള്ളയും അസുഖങ്ങൾ കുഞ്ഞുങ്ങളിൽ, അതേപോലെ തന്നെ നട്ടലിനെ ബാധിക്കുന്ന ചില ട്യൂമറുകൾ, ചില അണുബാധകൾ, ഇതെല്ലാം കുഞ്ഞുങ്ങളിൽ പുറംവേദനയ്ക്ക് കാരണമാവാറുണ്ട്. എങ്കിൽ പോലും ഭൂരിഭാഗം കുഞ്ഞുങ്ങളിലും നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ആക്ടിവിറ്റി മൂലം ഉണ്ടാകുന്നതും മതിയായ രൂപത്തിൽ കാൽഷ്യം, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റും കൃത്യമായ രൂപത്തിലുള്ള ബാക്കിൻ്റെ ഇഞ്ചുറി ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനെ ചികിത്സിക്കുകയും ചെയ്യുക വഴി അത്തരം വേദനകളെ നമുക്ക് ചികിത്സിക്കാം. ഇത് പറയുമ്പോൾ തന്നെ നമ്മളുടെ ഈ റെഡ് ഫ്ലാഗ് സയൻസിൽ 65 വയസ്സിന് മുകളിലുള്ളവരിൽ TBക്ക് പുറമെ അർബുദം പോലുള്ള അസുഖങ്ങൾ കൊണ്ട് നല്ല പുറംവേദന വരാം എന്നുള്ളത്, അത് മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് നടുവിലേക്ക് സെക്കൻഡറീസ് മെറ്റാസ്റ്റാസിസ് ക്യാൻസർ പരക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രൈമറിലി തന്നെ നട്ടലിലോ അർബുദ രോഗം മൂലം നമുക്ക് ശക്തമായ പുറംവേദന അനുഭവപ്പെടാം. അത് ഏത് തരത്തിലുള്ള അർബുദത്തിൻ്റെ ഭാഗമായാണ് ഈ വേദന വരുന്നത്? സാധാരണഗതിയിൽ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന ബോൺമാരോയുമായി ബന്ധപ്പെട്ട് നട്ടലിൽ ഇത്തരം അസുഖങ്ങൾ ഉണ്ടാവാം. മറ്റുള്ള തൈറോയ്ഡ്, ബ്രസ്റ്റ്, ലങ് പോലുള്ള അസുഖങ്ങൾ, ക്യാൻസർ അസുഖങ്ങൾ നമ്മളുടെ നട്ടലിലേക്ക് പരക്കുമ്പോഴും സെക്കൻഡറീസ് മെറ്റാസ്റ്റാസിസ് പെയിൻ വരാം. എനിവേ താങ്ക് യു ഡോക്ടർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നടുവേദന എങ്ങനെയെല്ലാം പ്രസൻറ്റ് ചെയ്യുന്നു, ഏത് തരത്തിലുണ്ട്, ഏതൊക്കെ രീതിയിൽ അതിനെ മാനേജ് ചെയ്യാം എന്നെല്ലാം വിശദീകരിച്ചു. എന്നാൽ ഒരു നടുവേദന വന്നാൽ അത് സാധാരണ നടുവേദനയാണ് എന്ന് കരുതാതെ അപൂർവമായ ചില സന്ദർഭങ്ങളിൽ അത് വേറെ രീതിയിൽ വരാം. ആ ഘട്ടത്തിലേക്ക് പോകാതെ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്യുക, അതിനുള്ള ചികിത്സ തേടുക. സ്റ്റെതസ്കോപ്പിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.